ഇതവിടെ ആർക്കെങ്കിലും കൊടുത്തു പോരായിരുന്നു. എന്തിന് അസാരല്ല മനുഷ്യ? എന്നാലും ഇത്ര ദൂരം നടക്കണ്ടേലും തോന്നുന്നു. ഒരു ചക്ക അവിടെ കിട്ടാൻ വല്ല പ്രയാസം ഉണ്ടോ നമുക്ക്? ആ പാൽത്തറയെല്ലാം വിളിച്ചേച്ച് നാളും കൂടി പറഞ്ഞാണ് കൊറേ ചക്കിണ്ട് മോളെ ഇട്ടുണ്ടോക്കോ. ആൾക്ക് നേരം കൊറേ നേരം അതിൽ ഇതും ചോദിച്ചു നടക്കണ്. നമുക്ക് ഇത്തിരി ഇരുന്നാലോ? ഞാൻ ചേട്ടാ വരച്ചേട്ടാ, ഞാൻ പിടിക്കാം. എന്താ ചൂടല്ലേ? മനുഷ്യേ, ഈ വേലായുധനും ഞാനും വളരെ ചെറുപ്പത്തിൽ പരിചയക്കാരാണ്. സ്നേഹത്തോട് മുതൽ കയറുമ്പോ എങ്ങനെ വേണ്ടെന്ന് നമ്മ പറയും. അതാണ് ഇത്രയും ദൂരം ഞാൻ ഇതിന് ചോന്ന് വന്നത്. എന്നാ പിന്നെ നമുക്ക് നടന്നാലോ? ആയിക്കോട്ടെ. ചുറ്റുരാത്രി വെത്തിയാണ്. നോക്ക് എന്താ ചെയ്യല്. ഞാനും കണ്ടുണ്ടത്. പണ്ട് കൊച്ചുറ്റിന്റെ ഒരു പാപ്പൻ്റെ ആയിരുന്നു. ആള് മലയിന്ന് ഇത്ര ഒരു കഷ്ണം കൊണ്ടാണ്. ഇപ്പൊ അതേ കാട് പിടിച്ച്. അയ്യോ മുറുക്കാൻ വായിലിട്ടല്ലേ ഞാൻ കട്ടൻ ചായ എടുത്ത്. അയ്യോ അടക്ക വാരിട്ടില്ല. എന്നാ പിന്നെ ഇത് കുടിച്ചിട്ട് മുറുക്കാം. ഉമ്മർത്തിക്കിരിക്കായിരുന്നു. വേണ്ട മോളെ, വന്ന് കയറി ക്ഷീണം കൊണ്ട് കുറച്ചേരം ഇരുന്നാലേ ഞാൻ ദേ ഇറങ്ങിയായി. അന്തിക്ക് ഈ വഴി പോകുമ്പോ ഇവിടെ ഒന്ന് കയറി ചായ ഇവിടുന്നാവാ. ആയിക്കോട്ടെ, എന്നാ ശരി മോളെ. നീ ഇവിടെ കിടന്നാ ശരി. ഇവിടെ കിടക്കട്ടാ.
മധുരമായി തുടങ്ങി. ഈ കോഴിപ്പെണ്ണെ നിനക്ക് വേണോ ഒരു ചോള? നിനക്ക് എന്ത് ചക്കാലേ?
ഇതൊക്കെ മിനിച്ച് ഇതൊക്കെ ചക്കോട്ട് ഉണ്ടാക്കിയാണോ? അമ്പലത്തിൽ വിളക്കൊക്കെ പോയി. ഞാൻ രാജേട്ടൻ വണ്ടി ചായ കുടിക്കാന്ന് വെച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നു. ആദ്യമായിട്ടാണ് ചക്ക കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയത്. എന്നും ചക്ക കിട്ടിയാല് ചക്കുപ്പേരി ചക്കട. ഇപ്രാവശ്യം ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കിയതാ. അതെന്തായാലും നന്നായി. പിള്ളേരുടെ അതൊന്നും വിടൂല. നമ്മ ഉണ്ടെങ്കി ഇപ്പൊ പാത്രം കാലിയായി.